ഹലോ, ഇതൊരു അടിപൊളി 65 റൈസാണ്. നമുക്ക് ലഞ്ചിനും ഡിന്നറിനെല്ലാം ഉണ്ടാക്കാൻ പറ്റിയ കിഡിലായിട്ടാണ്. 2 കപ്പ് ബസ്മതി റൈസ് നല്ലോണം കഴുകിയിട്ട് സോക്ക് ചെയ്യാൻ വെക്കാം. ചിക്കനിലേക്ക് ഉപ്പ്, മുളക് പൊടി, ഗരം മസാല, വിനാഗിരി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അരച്ചതിനൊരു 2-3 ടീസ്പൂണ്, കോൺഫ്ലോർ ഒരു 3 ടീസ്പൂണ് കോൺഫ്ലോറും മുട്ടയും കൂടി ചേർത്തിട്ട് നല്ലോണം മിക്സാക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫ്രൈ ചെയ്ത കുറച്ച് ഓയിലും പിന്നെ കുറച്ചും കൂടി സൺഫ്ലവർ ഓയിലും കൂടി ഇട്ടിട്ട് ഒരു ഉള്ളി നല്ലോണം ഒന്ന് പൊരിഞ്ഞ് വരണം. എന്നിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും ഒരു മാഗി ക്യൂബും ചേർത്തിട്ട് നല്ലോണം ഇളക്കിയിട്ട് 1 ടീസ്പൂണ് ടൊമാറ്റോ പേസ്റ്റാണ്. അതില്ലെങ്കിൽ നമുക്കൊരു തക്കാളിൻ്റെ ഹാഫെല്ലാം അരച്ചിട്ട് ചേർത്താലും മതി. ഇനി 2 കപ്പ് അരിയാണ്ട് 4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. മാഗി ക്യൂബ് ഇട്ടുകൊണ്ട് കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്തിട്ട് തിളച്ച് വരുമ്പോൾ അരിയിട്ട് വേവിച്ചെടുക്കാം. അരി ഇട്ട് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് നല്ലോണം ഒന്ന് ഹൈ ഫ്ലെയിമിൽ തിളപ്പിച്ചിട്ട് പിന്നെ ലോ ഫ്ലെയിമിൽ ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ കുക്ക് ചെയ്താൽ നല്ല റൈസ് കിട്ടും. വൈറ്റ് കളറിലുള്ള റൈസാ വേണ്ടിക്കിൽ നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് ഓയിൽ ഒഴിച്ചില്ലേ, അത് ഒഴിക്കാണ്ട് ഉണ്ടാക്കിയാൽ വൈറ്റ് കളറിലുള്ള റൈസ് കിട്ടും. ഇതിന് സൈഡായിട്ട് പച്ചമുളകും മല്ലിച്ചപ്പും വിനാഗിരിയും ഉപ്പും കൂടിയിട്ട് ഒരു ചട്നി ഉണ്ടാക്കുക. അത് ബെസ്റ്റ് കോമ്പിനേഷനാണ്. റൈസ് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മേലിലേക്ക് കുറച്ച് ഫ്രൈ ചെയ്ത ഉള്ളിയും ചിക്കനും കൂടി ചേർത്തിട്ട് സെർവ് ചെയ്യാം. നമുക്ക് ലഞ്ചിനും ഡിന്നറിനെല്ലാം ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി ഐറ്റമാണ്. അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കാം. ലൈക്ക് ചെയ്യാം, കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഓക്കെ, ബൈ.